പേര് ബിസ്മി. ഞാനും പിതാവും ഒന്നാണ്, ഞങ്ങൾ ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും ഒന്നായിരിക്കണം. അതുപോലെ യോഹന്നാൻ 1:18 പറയുന്നുണ്ട്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും യേശു ദൈവമാണെന്ന് തന്നെയല്ലേ വെളിപ്പെടുത്തുന്നത്. അതുപോലെ സഭയെ ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ എക്സിസ്റ്റിനെ കുറിച്ച് എന്ത് പറയാനുള്ളത്? സഹോദരി ചോദിച്ചിട്ടുള്ളത് യേശു ദൈവപാടി എന്നല്ലേ ബൈബിൾ വെളിപ്പെടുത്തുന്നത് എന്നാണ്. സഹോദരി 2 വചനങ്ങൾ ഉദ്ധരിക്കുകയുണ്ടായി. ഒന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനവും 2 യോഹന്നാന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനവുമാണ്. 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനമാണ് സഹോദരി പറഞ്ഞത് ഞാനും പിതാവും ഒന്ന് തന്നെ എന്നുള്ള വചനം. ഇവിടെ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന ഞാനും പിതാവും ഒന്നു തന്നെ എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നതായി യോഹന്നാന്റെ സുവിശേഷം വരച്ചത് കാണിച്ചു തരുന്നത് ഞാനും പിതാവും ഒന്നു തന്നെ എന്നാണ്. എന്നാൽ യേശുക്രിസ്തു യേശുവിനെയും പിതാവിനെയും രണ്ടാക്കി പറഞ്ഞതായി പല രംഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യേശു തന്നെ പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൽ ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. യേശു തന്നെ പറയുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിലെ 17-ാമത്തെ വചനത്തിൽ എന്റെയും നിങ്ങളുടെയും പിതാവും എന്റെയും നിങ്ങളുടെയും ദൈവവുമായുള്ളവന്റെ അടുക്കലേക്ക് ഞാൻ കയറിപ്പോകുന്നു. യേശുക്രിസ്തു തന്നെ പറയുന്നു 8-ാം അധ്യായത്തിലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിലെ 17-18 വചനങ്ങളിൽ എന്താ യേശു പറയുന്നത്? 2 പേർ സാക്ഷികളാണ് എങ്കിൽ സാക്ഷ്യത്തിന് 2 പേർ അർഹരാണ് എന്ന് 2 പേർ സാക്ഷികളായാൽ ഒരു കാര്യം സത്യമാണ് എന്ന് നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. എങ്കിൽ ഞാൻ എനിക്ക് തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, എന്നെ അയച്ച പിതാവും എനിക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അത് യേശു പറയുന്നത് ഞാനും പിതാവും 2 പേരാണ് എന്നാണ്. അപ്പൊ യേശു പല വചനങ്ങളിലും ഞാനും പിതാവും 2 തന്നെ എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാന്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനത്തിൽ ഞാനും പിതാവും ഒന്നാണ് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? അതാ യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആ വചനം മാത്രം എടുക്കാതെ ആ സാഹചര്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ പറഞ്ഞതിന് അർത്ഥം എന്താണ് എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം എടുക്കുക. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ്, പിതാവേ ഞാനും നീയും ഒന്നായതുപോലെ നീ എന്നിലും ഞാൻ നിന്നിലുമായതുപോലെ ഇവരും നമ്മിലാകേണ്ടതിനു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാം ഒന്നാകേണ്ടതിനു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യേശു പ്രാർത്ഥിക്കാം, ഞാൻ നിന്നിലും നീ എന്നിലുമായതുപോലെ ഇവർ നമ്മിലാകണം, ഞാനും നീയും ഒന്നായതുപോലെ ഇവർ ഒന്നാകണം. ഇതിന്റെ അർത്ഥം എന്താണ്? യേശുവും പിതാവും ഞാനും പിതാവും ഒന്നു തന്നെ എന്ന് പറയുമ്പോൾ യേശു പ്രയോഗിച്ച ഒന്ന് എന്നതിന് പ്രയോഗിച്ച ഗ്രീക്ക് പദം യേശു അല്ല, ഈ ഗ്രീക്കിലല്ല പ്രയോഗിച്ചത്, പക്ഷെ ഗ്രീക്കിൽ യോഹന്നാൻ പ്രയോഗിച്ച പദം ഹെൻ എന്നാണ്. അതേ ഹെൻ എന്ന പദമാണ് 17:21 പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് അവിടെ എന്താണ്? ഞാൻ നിന്നിലും നീ എന്നിലും ആയതുപോലെ നമ്മൾ ഒന്നായതുപോലെ ഇവരെല്ലാം ഒന്നാകണം, ഇവർ നമ്മിലാകണം. ഇതിന്റെ അർത്ഥം എന്താ? ഇവർ ഒന്നായി, യേശുവും പിതാവും ഒന്നാണ് എന്നതുകൊണ്ട് അവർ ദൈവത്തിന്റെ അസ്തിത്വമുള്ളവരാണെന്ന് പറയുകയാണെങ്കിൽ ഈ 12 പേരും ദൈവത്തിന്റെ അസ്തിത്വമുള്ളവരാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ത്രിയേകത്വം പോയിട്ട് 14 പേരുടെ ഏകത്വമായി മാറും. അതല്ലേ സംഭവിക്കുക? എന്നാൽ എന്താണ് ഇതിന്റെ അർത്ഥം? ഒന്ന് എന്നുള്ളത് കൊണ്ട് ഇവിടെ ആദർശത്തിൽ ഐക്യമാണ് പറയുന്നത്. പിതാവ് എനിക്ക് തന്നതിനെ തട്ടിപ്പറിക്കാൻ ആർക്കും സാധ്യമല്ല. യേശുക്രിസ്തു പറഞ്ഞിട്ടാ പറയുന്നത് ഞാനും പിതാവും ഒന്നാണ്, ഞങ്ങൾ ഒന്നാണ്, നമ്മൾ ഒന്നാണെന്ന് നമ്മൾ പറയാറില്ലേ? ആദർശത്തിൽ ഒരു പ്രത്യേക പർപ്പസിന്റെ കാര്യത്തിൽ ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ ഒന്നാണ്. ഇതേപോലെ മാത്രമേ യേശു ഒന്നാണ് എന്നത് പറഞ്ഞതുകൊണ്ട് വിവക്ഷിച്ചിട്ടുള്ളൂ എന്നാണ് 17:21 മനസ്സിലാകുന്നത്. മാത്രമല്ല ക്രിസ്തു യേശു പല തവണ 2 തന്നെയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ സഹോദരിയുടെ ചോദ്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിൽ
പിതാവിന്റെ മടിയിലിരിക്കുന്നവനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാവിന്റെ മടിയിലിരിക്കുന്നവനായ പുത്രൻ, മടിയിലിരിക്കുക എന്നുള്ളത് ഒരു ആലങ്കാരിക പ്രയോഗപാടി എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അല്ല, ദൈവം അങ്ങനെ ഒരു കസാരയിലിരിക്കുകയും യേശു ക്രിസ്തു ദൈവത്തിന്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്നുള്ള ലക്ഷ്യത്തിലല്ല. മറിച്ച് ദൈവത്തിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആരാ? യേശുവാണ്. യേശുവാണ് ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഈ വചനം പറയുന്നത്. ഇനി പുത്രൻ എന്നുള്ള പദപ്രയോഗമാണെങ്കിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ 22-ാം വചനത്തിൽ ഇസ്രായേൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 2-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിൽ നമുക്ക് ദാവീദ് ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വായിക്കാൻ സാധിക്കും. ശാമുവേലിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനത്തിൽ സോളമൻ ദൈവപുത്രനാണ് എന്ന് നമ്മൾ വായിക്കുന്നു. ഇരമ്യാവിന്റെ പുസ്തകം, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ എഫ്രയീം ദൈവത്തിന്റെ പുത്രൻ എന്ന് നമ്മൾ വായിക്കുന്നു. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ മനുഷ്യരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് നമ്മൾ വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ ആദാം ദൈവത്തിന്റെ പുത്രനാണ് എന്ന് നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ സമാധാനമുണ്ടാക്കുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്ന് നമ്മൾ വായിക്കുന്നു. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ആ അർത്ഥത്തിൽ യേശു ക്രിസ്തു ദൈവപുത്രനാണ്. മാത്രവുമല്ല, യേശു സ്വയം ദൈവപുത്രൻ എന്ന് അവകാശപ്പെടുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നേയില്ല. ബൈബിളിൽ പുതിയ നിയമത്തിൽ 4 ദൈവപുത്രൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് യേശുവിനെ പറ്റി. അത് ശിഷ്യന്മാർ പ്രയോഗിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവർ പ്രയോഗിച്ചിട്ടുണ്ട്. എല്ലാം 41 തവണ. അതിലൊരു തവണ യഹൂദന്മാരുടെ ഒരു ചോദ്യത്തിന് മറുപടിയായി ദൈവപുത്രൻ എന്ന് പറയുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ യേശു ഒരിക്കലും ദൈവപുത്രനാണെന്ന് സ്വയം പറയല്ല. യേശു സ്വയം പറഞ്ഞതെല്ലാം മനുഷ്യപുത്രൻ എന്നാണ്. ബൈബിളിൽ യേശു സ്വയം പറയുന്നത് 83 തവണ മനുഷ്യപുത്രൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മനുഷ്യപുത്രൻ എന്ന് ആണ് യേശു സ്വയം പരിചയപ്പെടുത്തുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ദൈവത്തിന്റെ മടിയിലിരിക്കുന്നവനായ, അഥവാ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവനായ യേശു ക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് സത്യവുമാണ്, അത് യാതൊരു സംശയമില്ല. ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു എന്നാണ് സഹോദരി പറയുന്നത്. ആരെ വഴി നടത്തുന്നു? ആരെ വഴി നടത്തുന്നു? നമ്മൾ ചിന്തിക്കണമല്ലോ. ആരെയാണ് വഴി നടത്തുന്നത്? ഏത് വിഭാഗത്തെയാണ് കൃത്യമായി പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നത്? എല്ലാവരും പറയുന്നു ഞങ്ങളെ വഴി നടത്തുന്നു. റോമൻ കത്തോലിക്കക്കാരൻ പറയുന്നു ഞങ്ങളെ യേശു പരിശുദ്ധാത്മാവ് വഴി നടത്തുന്നു. പെന്തക്കോസ്തുകാരൻ പറയുന്നു ഞങ്ങളെ വഴി നടത്തുന്നു. യഹോവ സാക്ഷിക്കാരൻ പറയുന്നു ഞങ്ങളെയാണ് വഴി നടത്തുന്നത്. CSI കാരൻ പറയുന്നു അതൊന്നുമല്ല, ഞങ്ങളെയാണ് വഴി നടത്തുന്നത്. ഇത് പരിശോധിക്കാനോ, വഴി നടത്തൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പരിശോധിക്കാനൊരു മാനദണ്ഡമില്ല താനും. ഒരുത്തം പറയുന്നു പത്രോസ് എന്ന ഈ പാറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ സ്ഥാപിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആ പത്രോസ് ആകുന്ന പാറയിൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ് റോമൻ കത്തോലിക്ക സഭ. അതുകൊണ്ട് ഞങ്ങളെയാ വഴി നടത്തുന്നത്. എന്നാൽ മറ്റൊരു പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവർ അന്യഭാഷകൾ സംസാരിക്കുന്നു. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 17-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അന്യഭാഷ സംസാരിക്കുന്ന ഞങ്ങൾ പെന്തക്കോസ്തുകാരാണ് യേശുവിനാൽ വഴി നടത്തപ്പെടുന്നവൻ, അല്ല പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുന്നവൻ. അപ്പൊ വഴി നടത്തുക എന്ന് പറഞ്ഞാൽ കൃത്യമായി ധാർമ്മിക മാർഗനിർദ്ദേശം നൽകലാകണം. ഓരോ വിഷയത്തിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അതിനാ കൃത്യമായ ധാർമ്മിക മാർഗനിർദ്ദേശം. ലോകത്ത് കൃത്യമായ ധാർമ്മിക മാർഗനിർദ്ദേശം നൽകുന്ന വേദഗ്രന്ഥം നമ്മുടെ മുന്നിലുണ്ട്. പരിശുദ്ധാത്മാവ് അവസാനമായി അന്തിമ പ്രവാചകന് ദൈവത്തിൽ നിന്ന് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥം. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഒരു മാലാഖയായിരുന്നു എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ദൈവിക മാലാഖയായ പരിശുദ്ധാത്മാവ് ദൈവം തമ്പുരാനിൽ നിന്ന് മാനവരാശിക്കു വേണ്ടി അന്തിമ പ്രവാചകന് എത്തിച്ചു കൊടുത്ത വേദഗ്രന്ഥം. അതാണ് ലോകത്തെ സകല സത്യത്തിലും വഴി നടത്തുന്ന വേദഗ്രന്ഥം എന്നുള്ളതാണ് സത്യം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.